ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ പേര് സ്റ്റീഫൻ എന്നല്ലേ? ആശുപത്രിയിൽ 5 പേരെ കൊണ്ടുവന്നതും അവരെ കൊന്നതും നീയാണെന്നാണ് സാറുമാര് പറയുന്നത്. ഉള്ളത് തന്നെടാ, പറയടാ അങ്ങോട്ടോ. നീ ഉള്ള കാര്യം എന്റെ അടുത്ത് പറ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സാറുമാരടുത്ത് പറയാം. നീ വെറുതെ ഇവരെ ബുദ്ധിമുട്ടിച്ച ജീവിതകാലം മുഴുവൻ നീ ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേടാ? അപ്പൊ നീ ഒന്നും പറയില്ലല്ലേ? അല്ലടാ, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായ അറിവും അതിന്റെ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് അവരുടെ അവയവങ്ങൾ വലിയ വിലയ്ക്ക് വിദേശങ്ങളിൽ വിൽക്കുന്ന ക്രൂരന്മാരായ ക്രിമിനലുകളാണ് നിങ്ങൾ. നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ആള് ആരാണ്? നിങ്ങളുടെ ബോസ്. അയാളെയാണ് എനിക്ക് വേണ്ടത്. മേനോൻ എവിടെയുണ്ട്? ആരാണ് എക്സ്? താങ്ക്സ് കിരൺ. ഇറ്റ്സ് ഓക്കേ ബോസ്. ഇത്രയും പേരോടെ നിൽക്കാലടാ, നീ പപ്പടം പോലെ പൊടിയിലടാ. ഇവരൊന്നും പറയില്ല. കുറച്ച് മെഡിസിൻ കൊടുത്താലോ? പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എടുക്ക്. ആ ആംബുലൻസ് ഡ്രൈവർ എവിടെ കിടക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ആ ശരി. കിരൺ, ഇവൻ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇവൻ സത്യം പറയുമെന്ന് തോന്നുന്നില്ല. നീ എത്രയൊക്കെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ വിടും. സത്യം പറയടാ. നിന്റെ ഉടായ്പൊന്നും ഇവിടെ ഇറക്കണ്ട. നമ്മുടെ കസ്റ്റഡിയിലുള്ള ആംബുലൻസ് ഡ്രൈവറെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ നമ്മുടെ ക്യാമ്പിൽ തന്നെ അല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? അതെ സർ. ആ സ്ഥലം അത്ര സേഫ് അല്ല. അവിടെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ സർ, ഇന്ന് തന്നെ മാറ്റാം. പിന്നെ സിറ്റി ലിമിറ്റിലെ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആരെങ്കിലും ഈ ബെൽറ്റിൽ ഉണ്ടോ എന്നറിയാൻ ഇന്റലിജൻസ് ടീം സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ആംബുലൻസ് ഓടിക്കുന്നവർ നല്ല മനുഷ്യരാണ് സർ. അവരെ രക്ഷിക്കുന്നത് മനുഷ്യജീവനാണെന്ന ബോധ്യം ഓരോ ആംബുലൻസ് ഡ്രൈവർക്കും ഉണ്ട്. യെസ്, യു ആർ റൈറ്റ്. ബട്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഓരോ എക്സെപ്ഷൻസ്. അതിലൊരുത്തനാ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. സർ, അവനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടെത്തണം. സർ.